ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം കുറച്ച് നാളായി ഞാൻ ബെസ്റ്റ് സദ്യ എവിടെ കിട്ടുമെന്ന് നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ പല സ്ഥലത്തും പല നല്ല സദ്യകൾ കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാ കറികളും ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമായിരുന്നു. കാരണം ഭയങ്കര ആഗ്രഹമായിട്ട് പോകുന്നതാണ് സദ്യ കഴിക്കാനായിട്ട്. അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല സ്പോട്ട് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ എല്ലാ കറികളും അതിനകത്ത് ഉണ്ടാവുമോ എന്നുള്ളത്. നമുക്കവിടെ ചെന്ന് നോക്കിയിട്ട് വേണം എല്ലാ കറികളും ഉണ്ടാവുമോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ നല്ലൊരു റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ വേറെ എവിടെയല്ല, പെരുമ്പാവൂരുള്ള അമൽ പാലസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും സദ്യ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവർ വേറെ ഈ സദ്യ കഴിക്കാനായിട്ട് തന്നെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മളെ ഇരുത്തിയത്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ അറിയാലോ, നല്ല തിരക്കാണ്. ഭായിമാരുടെയൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കാണ്ടാണ് ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോയത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു. കുറേ ആൾക്കാർ സദ്യ സെക്ഷനിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ച പോലെയൊന്നും അല്ലായിരുന്നു. എല്ലാ കറികളും, ഞാൻ ആഗ്രഹിച്ച എല്ലാ കറികളും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു സദ്യയുടെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. അപ്പം ഇതാണ് ഒരു സദ്യയുടെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം അധികം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോ കറികൾ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ കഴിച്ചു തുടങ്ങിയത്. കറികൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാണ്ട് ഒരാൾ അപ്പുറം ഇരുന്ന് മന്തി കഴിക്കുന്നുണ്ട്. നൗഫൽ അങ്ങനെ വെജിറ്റേറിയനോട് അത്ര താല്പര്യമുള്ള ആളല്ല. കഴിക്കുമെങ്കിലും കൂടുതലും നോൺ വെജാണ് പ്രിഫർ ചെയ്യാറ്. പക്ഷേ സദ്യ കഴിച്ച് 2-3 കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സദ്യ ഓർഡർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അധികം വൈകാണ്ട് തന്നെ ഞാൻ കറികളും ഒക്കെ തീർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ സദ്യയുടെ കാര്യത്തിൽ. അടിപൊളിയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സൺഡേ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.